ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് ഏകദേശം ഒരു 3 മാസമായിട്ട് നല്ല മുടി കൊഴിച്ചിലായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ മുടി കൊഴിച്ചിൽ കൂടിക്കൊണ്ടിരുന്നത്. അപ്പം അത്യാവശ്യം നന്നായിട്ട് എൻ്റെ മുടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴും നിനക്ക് ഈ 3, 4, 7 മുടിയല്ലേ ഉള്ളെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇപ്പം നന്നായിട്ട് ഹെയർ ലോസ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പാക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ, അതായത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയത്, അതുപോലെ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്, അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഏകദേശം ഒരു 3 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പാമായി പോവും. അപ്പോൾ കൂടുതൽ ലൈക്ക് ഉണ്ടായാൽ മാത്രമേ യൂട്യൂബ് ഈ ഒരു വീഡിയോ ഒത്തിരി പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 മാസമായി എൻ്റെ മുടി ഒരു നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെ ആയി ആ ഒരു വിൻ്റർ സീസണും അതുപോലെ ഇപ്പോൾ സമ്മർ സീസണാണ്. പക്ഷെ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല വിൻ്റർ സമയമാണ്. ഓൾറെഡി എല്ലാവർക്കും ആ ഒരു സമയത്ത് മുടി കൊഴിയും. പക്ഷേ എനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ താരൻ അങ്ങോട്ട് നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ഒരു ഭാഗത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ താരൻ മനഃപൂർവ്വം എൻ്റെ തലയിൽ എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അതായത് ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത്, സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ ആ ഒരു നനഞ്ഞ ഇതിൽ തന്നെ ഞാൻ ഹെൽമെറ്റ് എടുത്തങ്ങ് വെക്കും. നമ്മൾ ഈ ഹെൽമെറ്റൊക്കെ വെക്കുന്ന സമയത്ത് വിയർപ്പുണ്ടാവാറുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു നനവും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഈ താരൻ അങ്ങോട്ട് കൂടും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അങ്ങോട്ട് താരൻ അങ്ങോട്ട് കൂടി. താരൻ കൂടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വലിയതായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുമില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ നോക്കിയപ്പോഴാണ് തലയിൽ നല്ല പാട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നന്നായിട്ട് താരൻ കൂടിയിട്ടുണ്ട്. എത്രയൊക്കെ ചുരണ്ടി കളഞ്ഞിട്ടും വീണ്ടും ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇതുവരെ ഇങ്ങനെ താരൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. പലർക്കും ഈ താരനൊക്കെ തലയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് എന്താ താരൻ വരുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്ക് അന്നേരമാണ് മനസ്സിലായത് എൻ്റെ ഭാഗത്ത് കുറച്ച് തെറ്റുകൾ പറ്റിയത് കൊണ്ടാണ് ഈ ഒരു താരൻ ഇങ്ങനെ വന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ ഈ താരൻ അങ്ങോട്ട് കൂടുന്നതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ മുടി കൊഴിച്ചിൽ അങ്ങോട്ട് കൂടാൻ തുടങ്ങി. അപ്പോൾ താരൻ മാത്രമല്ല എൻ്റെ മുടി കൊഴിച്ചിലിന് കാരണം ഞാൻ ഈ താരൻ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പക്ഷേ എന്നിട്ട് എൻ്റെ മുടി കൊഴിച്ചിൽ അങ്ങോട്ട് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് എൻ്റെ ഹെയർ കെയറോ അല്ലെങ്കിൽ സ്കിൻ കെയറോ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അതായത് എൻ്റെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു എൻ്റെ ഈ ഒരു മുടി കൊഴിച്ചിൽ. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം കുറേയൊക്കെ ക്യൂറായിട്ട് വരുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ ലേറ്റായിട്ടായിരുന്നു. ഏകദേശം ഒരു 2 വർഷത്തോളമായി കേട്ടോ ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരാൻ തുടങ്ങിയിട്ട്. അപ്പം ഈ ഒരു താരൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മൾ ബിസി ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെയാണ്, സെൽഫ് കെയറിനും അല്ല വലിയതായിട്ടൊന്നും ടൈമൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഇങ്ങനെ പോകെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി നന്നായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം നന്നായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നല്ല ഒരു മുടി കൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം ഈ ഒരു മുടിയുടെ ആ ഒരു തിക്നെസ് എല്ലാം തന്നെ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒത്തിരി ഇതായിട്ട് തോന്നുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ രാവിലത്തതും അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തതും കൂടി ഒരുമിച്ചായിരുന്നു. അതായത് 11:30 കഴിയും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ എൻ്റെ മുടി കൊഴിച്ചിൽ ഈ താരൻ്റെ കൂടെ തന്നെ അതും കൂടെ കൂടി. പിന്നെ എൻ്റെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നേരത്തെയൊക്കെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ജ്യൂസ് കുടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെ എനിക്ക് പീരിയഡ്സ് ഒക്കെ ആവുന്ന സമയത്താണെങ്കിൽ ബ്ലഡേ ഇല്ല. ബ്ലഡ് ഉണ്ടെങ്കിൽ തന്നെ വലിയ കളറൊന്നും കാണത്തില്ല. അപ്പം അനീമിക്കുമായി. അപ്പോൾ അങ്ങനെ ബ്ലഡും ഇല്ല. അപ്പോൾ ബ്ലഡിൻ്റെ ലോസും ഉണ്ട്. അപ്പോൾ ഞാൻ ജ്യൂസും സംഭവങ്ങളൊന്നും കുടിക്കാതെയായി. അങ്ങനെ മുടി കൊഴിച്ചിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവാണ്.
അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു ജൂൺ ആകുമ്പോൾ 2 വർഷം ആവുകയാണ്. അപ്പം ഞാൻ മിക്കവാറും എഡിറ്റൊക്കെ ചെയ്യുന്നത് രാത്രിയിലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു കിടക്കുന്നതിന് മുന്നൊക്കെ തന്നെ ആയിരിക്കും, മൊബൈലിലൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നതൊക്കെ തന്നെ, കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും ഉറങ്ങുന്നതൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ മൊബൈലിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗവും അതുപോലെ തന്നെ ഈ ഉറക്കക്കുറവും കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പം ഉറക്കവും കുറഞ്ഞു, മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം താരൻ ഒരു ഇതൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്തെങ്കിലും ഈ ഒരു കാരണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ തന്നെ ഞാനൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുള്ളത് തോന്നിയത്. സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അതിപ്പം ഉറക്കക്കുറവും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും. എനിക്ക് സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മുടി കൊഴിയുന്ന ഒരാളാണ്. ഇപ്പോൾ ഒന്നാമത് എക്സാം ടൈമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഹെയർ പോവും, അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ അത്യാവശ്യം നല്ല ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കൊഴിച്ചിൽ വീണ്ടും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തല ഏകദേശം ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോഴേ തല കഴുകാറുള്ളൂ. ഇതൊന്നും ഞാൻ അങ്ങനെ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നതല്ല, ഒരു ഇടക്കാലം തൊട്ട് തുടങ്ങിയ കുറച്ച് ബാഡ് ഹാബിറ്റുകളാണ്. ഈ ഒരു ബാഡ് ഹാബിറ്റുകളാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ മുടി ഇങ്ങനെ ആക്കിയെന്ന് തന്നെ പറയാം. ഈ 3 ദിവസമൊക്കെ കൂടുമ്പോൾ തല കഴുകുമ്പോൾ തന്നെ അത് ഞാൻ മിക്കവാറും രാത്രിയൊക്കെ ആകുമ്പോഴാണ് തല കഴുകുന്നത്. എന്നിട്ട് ഞാൻ ഈ ഉണങ്ങാതൊക്കെ ആയിരിക്കും കിടന്ന് ഉറങ്ങുന്നതും. അപ്പോൾ സ്പ്ലിറ്റൻസ് വരും, പിന്നെ അതുപോലെ തന്നെ താരം കൂടും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ. അപ്പം അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു ഇപ്പം സമ്മർ സീസണാണ്, പക്ഷേ വിൻ്റർ സീസണൊക്കെ ആകുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആവും, താരനും ഒക്കെ സംഭവങ്ങളൊക്കെ തന്നെ വരും. അപ്പോൾ ഇത്രയും മിസ്റ്റേക്കുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ, താരനാണെങ്കിൽ ഞാൻ അത്യാവശ്യം ഈ ഹെഡ് ആൻഡ് ഷോൾഡർ അതിൻ്റെ ഒരു ഷാമ്പു ഉണ്ടല്ലോ, ആൻറ്റി ഫംഗൽ ഷാമ്പു ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഒരു ഷാമ്പു ആണ്, ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തല അങ്ങോട്ട് തേച്ച് കഴുകി. അപ്പോൾ നന്നായിട്ട് ഈ ഒരു താരൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഫംഗസ് ആണ്, നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് ഈ താരനൊക്കെ തന്നെ. അത് ഈ വിയർപ്പൊക്കെ തങ്ങിയിട്ട് തന്നെ വരുന്നതാണ്. അത് ഹെയറൊക്കെ ഡെയിലി നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ഈ താരനൊക്കെ ഇങ്ങനെ വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു നല്ലൊരു ആൻറ്റി ഫംഗൽ ഷാമ്പു എടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന, അല്ലെങ്കിൽ ഒത്തിരി സീരിയസ് ആയിട്ടുള്ള ഈ ഡാൻഡ്രഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് നല്ല ഷാമ്പു ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഷാമ്പു എടുത്തിട്ട് നന്നായിട്ട് തല അങ്ങോട്ട് തേച്ചൊരച്ച് അങ്ങോട്ട് കഴുകി കളയുക. ഈ അഴുക്കെല്ലാം നന്നായിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെയർ പാക്കുകളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ താരനൊക്കെ പോകാനായിട്ട്, അല്ലെങ്കിൽ ഇച്ചിങ്, ഇപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ താരൻ പോയി കഴിഞ്ഞാലും തലയിൽ ഇച്ചിങ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ഇപ്പോൾ ഈ ഒരു സമ്മർ സീസൺ ആയ കൂടി നമ്മുടെ തലയിലൊക്കെ ചെറിയ ചെറിയ ചൂട് കുരുക്കൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആര്യവേപ്പില ഉണ്ടല്ലോ, ആര്യവേപ്പില, തുളസി, ഇതിനകത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഹെയർ പാക്കായിട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇനിയുമുള്ള വീഡിയോസിലൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അതൊക്കെ ഹെയർ പാക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ താരനും കുറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ എൻ്റെ തലയിലൊക്കെയുള്ള ഇച്ചിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻ്റെ താരനും ഒക്കെ തന്നെ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. താരൻ മാറ്റിയത് കൊണ്ട് മാത്രം മുടി കൊഴിച്ചിൽ മാറുന്നില്ല, എന്നിട്ടും മുടി കൊഴിച്ചിലുണ്ട്. അപ്പോഴാണ് ഞാൻ ബാക്കി ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തത്. അതായത് രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്, രാവിലെ ഒരു 8 മണി, ഒരു 8:30-ക്കുള്ളിൽ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ ഒരു 11:30 ആവുന്ന സമയത്ത് ചെറുപയർ മുളപ്പിച്ചത്, അതൊരാഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഞാൻ അങ്ങനെ കഴിക്കാൻ തുടങ്ങി. നിങ്ങൾക്കിപ്പം ചെറുപയർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്, നമ്മുടെ മുടിയെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപയർ, അതുപോലെ തന്നെ കടല, അങ്ങനെ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു മുട്ടയുടെ എഗ്ഗ് വൈറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു, അതും പ്രോട്ടീൻ റിച്ച് ആണ്. പിന്നെ ഏത്തപ്പഴമൊക്കെ വേണമെങ്കിൽ കഴിക്കാം. അപ്പം ഞാനൊരു മുട്ടയും അതുപോലെ തന്നെ ഈ ഒരു ചെറുപയർ മുളപ്പിച്ചതും ഒരു 11:30 ആവുന്ന സമയത്ത് അങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അങ്ങനെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഇപ്പം എല്ലാവർക്കും എല്ലാ പച്ചക്കറികളും എല്ലാം എപ്പോഴും കാണണമെന്നില്ല, എന്നാലും ഇലക്കറികളൊക്കെ ഒന്ന് കൂടുതൽ ഉൾപ്പെടുത്തി തുടങ്ങി. അതായത് ഇപ്പോൾ സാമ്പാർ ചീര,
അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം. എളുപ്പം കിളിർത്ത് വരുന്നൊരു സംഭവമാണ്. അത് നന്നായിട്ട് അയണുണ്ട്, അതിനകത്ത് കാൽസ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഡൈജഷനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ് ഈ ഒരു സംഭവം. അപ്പോൾ അത് നിങ്ങളൊന്ന് നട്ട് വളർത്തി നോക്കുക. നമുക്ക് ഈ ഇലക്കറികളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഒരു സാമ്പാർ ചീര. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള തോരൻ അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ടുള്ള കറികൾ ചെറിയൊരു കുഴഞ്ഞൊരു ടേസ്റ്റാണ്. പക്ഷേ എന്നാലും അത് നമ്മൾ മീൻകറിയുടെയൊക്കെ കൂടെ ഒന്ന് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചും കൂടി അയൺ കണ്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. ഇതൊക്കെ ഞാൻ ഫുഡിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മുടി കൊഴിച്ചിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ആഴ്ചയിലൊരു 2 പ്രാവശ്യമൊക്കെ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ജ്യൂസ് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. അതിൻ്റെ ആ ഒരു റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ കുറേ നാളായിട്ട് കുടിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണത്. നല്ല ബ്ലഡ് റിച്ച് ആയിട്ടുള്ളൊരു ജ്യൂസാണത്. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ബ്ലഡൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ പീരിയഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് ബ്ലഡൊക്കെ പോകുന്നതാണ്. പിന്നെ അറിയാമല്ലോ, ഈ വീട്ടുജോലികൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം തന്നെ സ്ത്രീകളായിരിക്കുമല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കാലിനും കൈക്കും ഒക്കെ കഴപ്പ് ഇതൊക്കെ ഈ ബ്ലഡിൻ്റെ കുറവ് കൊണ്ടൊക്കെ വരും. അപ്പം നന്നായിട്ട് ഇതുപോലെയുള്ള ജ്യൂസുകളൊക്കെ കുടിക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. പിന്നെ അതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഇളം വെയിൽ കൊള്ളുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഡെയിലി ഒന്നും കൊള്ളാൻ പറ്റില്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും 3-4 ദിവസമെങ്കിലും ഒക്കെ ഒന്ന് കൊള്ളാൻ തുടങ്ങി. അപ്പം ഇതെന്തിനാണ് കൊള്ളുന്നതെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി കിട്ടണം. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് പോകും. പിന്നെ വൈറ്റമിൻ ഡി കിട്ടിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ. കാൽസ്യം നന്നായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്താലേ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ല ബലമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. അതൊരു 8 മണിയൊക്കെ ഉള്ളിലുള്ള നല്ല അധികം ചൂടില്ലാത്ത ഇളം വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതും കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതേ ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ എനിക്ക് ഏകദേശം ഒരു വൈറ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അതായത് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്. വിളർച്ച പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അത് അത്യാവശ്യം ഒരു ഇളം വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ മാറും. ഇപ്പോൾ അതൊക്കെ ഏകദേശം കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ടൊന്ന് ക്യൂറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതും കുറച്ചും കൂടി നല്ലതാണ്. നമ്മുടെ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാവാതിരിക്കാനും അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ മുടി കൊഴിച്ചിൽ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറക്കം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പകൽ ഞാൻ രാത്രിയിലുള്ള തല കുളിക്കലൊക്കെ നിർത്തിയിട്ട് പകൽ കുളിക്കാൻ തുടങ്ങി. അത്യാവശ്യം ഇപ്പോഴും ഞാൻ കണ്ടില്ല, എൻ്റെ മുടി അത്യാവശ്യം നല്ല ഓയിലിയാണ്. ഞാൻ അത്യാവശ്യം ഡ്രൈ ആണ്, എൻ്റെ ഹെയറും സ്കിന്നും ഒക്കെ അത്യാവശ്യം ഡ്രൈ ആണ്. അതുകൊണ്ട് ഞാൻ അപ്പം ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം ഓയിലൊക്കെ ഇട്ട് തുടങ്ങി തലയിൽ. അപ്പോൾ ഒത്തിരി എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഷാമ്പൂ ഇട്ട് കഴുകിക്കളയുക, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള താളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കഴുകിക്കളയുക, അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓയിൽ മസാജ്, ആഴ്ചയിൽ 1 പ്രാവശ്യം ഒരു ഓയിൽ മസാജ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു താളിയൊക്കെ വെച്ചിട്ടുള്ള കുളി, ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പം എൻ്റെ തലയൊക്കെ നല്ല ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ല ഉറക്കം കിട്ടി തുടങ്ങി. ഞാൻ മൊബൈലിൻ്റെ ഉപയോഗം ഒരു 8 മണി വരെ ഞാൻ മൊബൈൽ അത്ര വരെയൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മൊബൈൽ എൻ്റെ റൂമിൽ വെക്കത്തില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും വെക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അതായത് നമ്മൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിൽ നമ്മൾ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് എയറോപ്ലെയിൻ മോഡൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് മാറ്റി വെക്കുക. റൂമിൽ പരമാവധി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി റൂമിൽ വെക്കുന്നതാണെങ്കിൽ നിങ്ങൾ എയറോപ്ലെയിൻ മോഡൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, രാവിലെ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിൽ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് എന്തായാലും ഹെയർ ഗ്രോത്ത് അതിൻ്റെ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയുള്ള വീഡിയോയിൽ നമ്മുടെ താരൻ പോകാനായിട്ടുള്ള ഹെയർ പാക്കുകൾ, അതുപോലെ നല്ല ബ്ലഡൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ജ്യൂസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തണം. അത് നമ്മുടെ സെൽഫ് കെയർ. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ മുടി അല്ലെങ്കിൽ സ്കിന്ന് ഇതൊക്കെ ഇങ്ങനെ ഇത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ കാര്യങ്ങളാണിത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് തന്നെയാണ്. അപ്പോൾ അതും എനിക്ക് കുറച്ചൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനത് ക്ലിയർ ആക്കി എടുത്തപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി വന്നു.
അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറുന്നതിനെക്കുറിച്ചുള്ള ടിപ്സുകളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.